ഗോൾഡും സിൽവറൊക്കെ താഴോട്ട് വീഴാൻ തുടങ്ങിയല്ലോ, പണി കിട്ടാൻ തുടങ്ങിയെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കോമൺ ആയിട്ട് ഒരു ആൻസർ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഒരു 1.5 കൊല്ലം മുമ്പ് തന്നെ എൻ്റെ വീഡിയോസിൽ പറയാൻ തുടങ്ങിയ ഒരു സംഭവമാണ്, നിർബന്ധമായിട്ടും സിൽവർ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ വേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണെന്നുള്ളത്. ആൻഡ് ഒബ്വിയസ്ലി അത് നല്ല റിട്ടേൺസ് നിങ്ങൾക്ക് തന്നിട്ടും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ കറന്റ് നോക്കുകയാണെന്നാണെങ്കിൽ ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും രണ്ടും അത്യാവശ്യം കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. അത് നോർമൽ പ്രൈസിനെക്കാട്ടിലും ഹയർ ലെവലിലാണ് അത് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്രോപ്പർ ഡിസിപ്ലിൻഡ് ഇൻവെസ്റ്റർ ആണെന്നാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഓവർ വാല്യൂഡ് പ്രൊഡക്റ്റ് മേടിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്, ലാഭമുണ്ട് എന്നാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് യൂണിറ്റ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അതല്ല നിങ്ങൾ ലോങ് ടേമിലേക്ക് നോക്കുകയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഹോൾഡും ചെയ്യാം. മേ ബി നാളെ എന്തെങ്കിലും ഒരു ഗ്ലോബൽ കൺസേൺ നടക്കുകയാണെന്നാണെങ്കിൽ ഗോൾഡും സിൽവറിൻ്റെയും പ്രൈസ് വീണ്ടും മേലോട്ട് പോകും. പക്ഷെ അങ്ങനെ മേലോട്ട് പോയാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഓവർ വാല്യൂഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മേടിക്കുന്നത് ഒരു പ്രോപ്പർ വേ ഓഫ് ഇൻവെസ്റ്റിംഗ് അല്ല. നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നതെന്നാണെങ്കിൽ മേ ബി മിഡ് ക്യാപ്പിന് 150 അല്ലെങ്കിൽ മേ ബി സ്മോൾ ക്യാപ്പിന് 250 ഒക്കെ മ്യൂച്വൽ ഫണ്ട്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അണ്ടർ വാല്യൂഡ് ആണ്. സോ ഈ ഒരു മൊമെന്റിൽ നിങ്ങളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ലോങ് ടേമിലേക്ക് മേ ബി നല്ല റിട്ടേൺസും ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു.